എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴയകാല രുചിക്കൂട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചക്കക്കുരുവും പുളിഞ്ചിക്കായും 2 ഉണക്കമീനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചക്കക്കുരുവും പുളിഞ്ചിക്കയൊക്കെ നമ്മൾ തോരൻ വെക്കുന്ന ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നീട് അത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആ ചക്കക്കുരുവിന് വേണ്ടി മാത്രമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരു നന്നായി വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ അത് വേകാൻ വെച്ചിരുന്ന ചക്കക്കുരു നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഉൾവശം നല്ല തിക്കായിട്ടുള്ള ചക്കക്കുരു ആയിരുന്നു. നല്ല ടേസ്റ്റാണ് ഈ സൈസ് ചക്കക്കുരു വെച്ചതുപോലെ തോരൻ വയ്ക്കുമ്പോൾ. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കമീൻ്റെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞതാണ് ഇത്. ഇനി ചെറുതായിട്ട് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമീൻ എടുക്കുമ്പോൾ ഉണക്ക മത്തിയാണ് ഏറ്റവും നല്ലത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മുകൾ വശം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പുളിഞ്ചിക്കയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ആവി കയറി അരപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പുളിഞ്ചിക്കയും ചക്കക്കുരുവൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇതേപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പുളിഞ്ചിക്കയുടെ പുളിയൊക്കെ ഈ ചക്കക്കുരുവിലേക്ക് പിടിച്ച് നല്ലൊരു സ്വാദായിരിക്കും. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു തോരനാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.